ഹായ് ഓൾ, എൻ്റെ പേര് ഹസ്നത്ത്. ഞാൻ ഈ ജേണിയിൽ വന്നത് ട്വിൻ ഫ്ലെയിം ജേണിയിൽ വന്നത് 2022 അന്ന് മുതൽ ഒരുപാട് ഹീലിംഗ് സെഷനിലൂടെ ഒക്കെ ഞാൻ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു വർഷം ഞാൻ ട്വിൻ ഫ്ലെയിംസിൻ്റെ ചാനലുകളിൽ കുറേ വീഡിയോസ് കണ്ടിട്ടും ടാരോട്ട് കാർഡും ഒക്കെ ആയിട്ട് ഏകദേശം ഒരു വർഷത്തോളം അങ്ങനെ പോയി. അതിനുശേഷം ഞാൻ ആദ്യം തുടങ്ങുന്നത് ഒരു വർഷം അങ്ങനെ പോയി എന്ന് പറയണില്ല, ഒരുപാട് ഈ ലാസ്റ്റ് വരെ ഏതൊക്കെയെന്നുള്ള ഒരുപാട് അറിവുകളും ഓരോരുത്തരുടെ എക്സ്പീരിയൻസും ഒക്കെ ആ സമയത്തിൽ കാണാനും കേൾക്കാനും ഒക്കെ ടാരോട്ട് കാർഡാണെന്നുണ്ടെങ്കിലും അന്ന് അതൊക്കെ ഒരു ആശ്വാസമായിരുന്നു. അതിൻ്റെ കൂടെ അന്ന് എനിക്ക് ഇന്നർ വർക്കിനെ കുറിച്ച് അറിയില്ല, ഹീലിങ്സിനെ കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ല. ഈ വീഡിയോസ് ഇങ്ങനെ കാണുക എന്ന് മാത്രം. പക്ഷേ ഫസ്റ്റ് ഡേ തൊട്ട് ഞാൻ ചെയ്തിരുന്നൊരു കാര്യം മെഡിറ്റേഷൻ ചെയ്തിരുന്നു. മെഡിറ്റേഷൻ ഈ ജേണിയിൽ വരുന്നതിന് മുമ്പേ എൻ്റെ കൂടെ ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ ജേണിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളിൻ്റെ സമയത്തും ഏറ്റവും കൂടുതൽ മെഡിറ്റേഷനിലായിരുന്നു. ഇന്ന മെഡിറ്റേഷൻ എന്നുണ്ടായിരുന്നില്ല. ഞാൻ കണ്ണടച്ച് എന്നിലേക്ക് തന്നെ ശ്രദ്ധിച്ച് അങ്ങനെ കിടക്കും. ആരൊക്കെ എന്നോട് സംസാരിക്കണ പോലെ തോന്നലാണോ എന്നുള്ള ഡൗട്ടുകളുണ്ടാകും. പക്ഷേ അതൊക്കെ ശരികളായിരുന്നു എന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ ആ ഒരു മെഡിറ്റേഷൻസ് എനിക്കൊരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരു വർഷത്തോളം ഞാൻ അതാണ് ചെയ്തത്. പിന്നീടാണ് ഈ ഇന്നർ വർക്ക്, കർമ്മകൾ ക്ലിയർ ചെയ്യണം, ഇന്നർ വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പല ചാനലുകളിലായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്താണ് ഇതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞാനൊരു ചാനലിലെത്തുമ്പോൾ അതിലത്തെ മാം, ആ ഒരു ഗുരു പറയുന്നുണ്ട്, എനിക്ക് ഏറ്റവും എൻ്റെ ഹീലിങ്സിൻ്റെ ജേണിയിൽ ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ഹീലിങ്സ് മിറർ എക്സസൈസാണ്. അപ്പോൾ അങ്ങനെ ആ മിറർ എക്സസൈസ് എങ്ങനെ ചെയ്യണമെന്ന് അതിലൊരു വീഡിയോ ഉണ്ടായിരുന്നു. അത് ആ ഒരു ഇന്നർ വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഹീലിങ്സിൻ്റെ ആ ഒരു സ്റ്റെപ്പ് മിറർ എക്സസൈസ് എന്നത് സ്റ്റാർട്ടിങ് ആയിരുന്നു എൻ്റെ. അത് ഒരുപാട് കാലം ഞാൻ അതിട്ട് തന്നെ പോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഹീൽ ചെയ്യാൻ ആ ഒരു മിറർ എക്സസൈസ് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഉണ്ടായിട്ടുള്ളത് ലൈവായിട്ടുള്ള ഹീലിംഗ് സെഷൻസുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈവായിട്ടുള്ള ഹീലിംഗ് സെഷൻസിൽ പങ്കെടുക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഒരു ബെനിഫിറ്റാണ്. ഭയങ്കര ഒരു നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെ കീഴിൽ ചെയ്യുന്നതും ഒരുപാട് മാറ്റമുണ്ട്. അങ്ങനെ ആ ലൈവായിട്ടുള്ള സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിലൂടെ അങ്ങനെ പോകുന്ന സമയത്താണ് അപ്പോൾ മിറർ എക്സസൈസും ചെയ്യുന്നുണ്ട്. ഹോപ്പോണോപോണോയുടെ ഒരു സെഷൻ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാനതൊരു ലൈവ് ആയിട്ടുള്ള മെഡിറ്റേഷൻ്റെ സെഷൻ പോലെ ഉള്ള ഒരു ഹീലിംഗ് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ആ ക്ലാസ്സിന് കയറിയപ്പോഴാണ് ഞാൻ അറിയുന്നത് അതൊരു നമുക്ക് ഹീലിങ്സിനായിട്ട് നമുക്ക് പഠിക്കാനുള്ള അതൊരു കോഴ്സ് പോലെ ഉള്ള രേഖി, ആകാശിക് റെക്കോർഡ് ഒക്കെ പോലുള്ള ഒരു സംഭവമാണെന്ന് അതിൽ കയറുമ്പോഴാണ് മനസ്സിലാവുന്നത്. അത് അപ്പം നമ്മൾക്കതിൽ അറിഞ്ഞുകൊണ്ടല്ല, നമ്മളെ യൂണിവേഴ്സായിട്ട് അതിലെത്തിക്കുന്നതാണ്. അങ്ങനെ ഞാൻ അത് പഠിച്ചതിൻ്റെ ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ഒരുപാട് ഹീൽ ചെയ്തത് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ ഒരുപാട് കുറേ ഹീൽ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഏഞ്ചലിക് ഹീലിംഗ് ആ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തു. ആ ഒരു കോഴ്സിൽ അറ്റൻഡ് ചെയ്തെങ്കിലും കൂടിയിട്ട് എനിക്ക് ഒരു പക്ഷേ എനിക്കുള്ളതായിരിക്കില്ല അത്. എനിക്ക് ഒരുപാട് അറിവുകൾ കിട്ടി ഏഞ്ചൽസിനെ കുറിച്ചിട്ടും അവരുടെ ഓരോ കാര്യങ്ങളും അറിവുകൾ കിട്ടി എന്നല്ലാണ്ട് അതൊരു ഹീലിങ്സിനായിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. പിന്നീടാണ് ഞാൻ രേഖയിലേക്ക് എത്തുന്നത്. അപ്പോൾ രേഖയുടെ ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തേർഡും അങ്ങനെ ഈ
മാസ്റ്റർ ലെവൽ വരെ 3 ഭാഗം ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് പഠിക്കും തോറും പിന്നീട് ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഹീലിംഗ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. അങ്ങനെ രേഖി വെച്ചിട്ട് ഹീലിങ്സ് ചെയ്തു, കുറേ ഹീലിങ്സ് ചെയ്തു. അതിൻ്റെ ആ എഫക്റ്റും നമുക്ക് ആ രേഖയുടെ എന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും ഒക്കെ അതൊക്കെ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. നമുക്കത് നമ്മുടെ കൈകളിൽ അത് അനുഭവപ്പെടുന്നതും ഒക്കെ. അങ്ങനെ ചക്രാസിനെ ഹീൽ ചെയ്ത് അങ്ങനെ അതിൻ്റെ കൂടെ ഈ രേഖി പഠിക്കുന്നതിൻ്റെ കൂടെ ഞാൻ പഠിച്ചൊരു ഇതാണ്, ഒരു സ്പിരിച്വൽ കോഴ്സാണ് ആകാശിക് റെക്കോർഡ്. ആ ആകാശിക് റെക്കോർഡും ഫസ്റ്റ് ലെവലും സെക്കൻഡ് ലെവലും തേർഡ് ലെവലും പഠിച്ചു. അപ്പോൾ പിന്നീട് ഒരുപാട് കോഡ് കട്ടിങ്ങും കർമ്മ ക്ലിയറിങ്ങും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആകാശിക് റെക്കോർഡിങ് പഠിച്ച സമയത്ത് അതൊരു ഭയങ്കര ഒരു വലിയ വഴിത്തിരിവായിരുന്നു. കാരണം നമ്മുടെ കൂടെയുള്ള ഓരോരുത്തരും നമ്മൾ പറയും ഇന്ന ആൾ കാർമിക്സാണ്, ഇന്ന ആൾ സോൾമേറ്റാണ്, അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇവരെങ്ങനെയാണ് ആ ഒരു ഇതിൽ വന്നത്, നമ്മൾ തൊട്ടടുത്തുള്ള ആൾ എങ്ങനെ കാർമിക്കായി, അല്ലെങ്കിൽ അവരും നമ്മളും തമ്മിലുള്ള കർമ്മ എന്താണ്, പാസ്റ്റ് ലൈഫിൽ എന്താണ്, അതൊക്കെ നമുക്ക് അറിയാനും അത് അറിയുമ്പോൾ തന്നെ നമുക്ക് അവരോടുള്ള അവർ നമ്മളെ ഉപദ്രവിക്കണ എന്നുള്ള ആ ഒരു ഇത് മാറിക്കിട്ടും. നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ അവരോട് ഇത്രത്തോളം ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു ഇത് അവർ തിരിച്ചു തരുന്നത് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആകാശിക് റെക്കോർഡ് ആ ഒരു ഇത് റീഡിങ് പഠിക്കുന്നതോടുകൂടി തീരും. അപ്പോൾ നമുക്ക് നമ്മളെ ചുറ്റുമുള്ള ഓരോരുത്തരും ആരാണെന്നും എന്തുകൊണ്ടാണ് അവർ നമ്മളെ കൂടെ ഉള്ളതെന്നും ഏകദേശം അവർ നമ്മുടെ കൂടെ എത്ര കാലം ആരൊക്കെ നമ്മൾ വിട്ടു പോകാനുള്ള ആളുകളാണ്, അതൊക്കെ നമുക്കിത് പഠിക്കുന്നതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. ഒരു പരിധി വരെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. അത് നമുക്ക് ഹീലിങ്സ് ഒന്നും കൂടി സ്പീഡാക്കി കിട്ടും. അങ്ങനെ ഞാൻ ഈ രേഖയാണെന്നുണ്ടെങ്കിൽ ആകാശിക് റെക്കോർഡാണ്, അത് രണ്ടുമായിരുന്നു പിന്നീട് എൻ്റെ ഒരു ഹീലിങ്സിനായിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്നു. അതിൻ്റെ കൂടെ വേറെയുള്ള ആളുകൾക്ക് റീഡിങ് എടുത്തു കൊടുക്കലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞല്ലോ, അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ഞാൻ ഒരുപാട് ഹീലിങ്സ് ചെയ്തെങ്കിലും ഈ ജേണിയിൽ വരുന്ന സമയത്ത് ഫസ്റ്റ് എനിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി. അതായത് ഫസ്റ്റ് ഈ ജേണിയിൽ വന്നപ്പോൾ എനിക്ക് ഒരു ഫിസിക്കലായിട്ട് ഒരസുഖം ആ ഒരു അസുഖം അപ്പം തൊട്ടിട്ട് ആ ഒരു ജേണി എന്ന് സ്റ്റാർട്ട് ചെയ്തു, അന്ന് ഈ അസുഖം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഓരോ ഹീലിങ്സ് പഠിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു അത് ഹോപ്പോണോപ്പോണിൻ്റെ അവിടം തൊട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട് ഇതിലെൻ്റെ ഈ അസുഖം മാറിക്കിട്ടും. അതിൽ മാറിയില്ല. പിന്നെ രേഖി പഠിച്ചു, അതിൽ മാറിയില്ല. അങ്ങനെ രേഖി പഠിക്കുമ്പോൾ അതിൻ്റെ ഓരോ ലെവലും പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ രേഖി പഠിക്കും, പിന്നെ അതിൻ്റെ സിമ്പിൾസ് പഠിക്കും. അതേപോലെ ആകാശിക് റെക്കോർഡിങ്ങിൻ്റെയും അതിൻ്റെ ലാസ്റ്റിൽ എത്തുമ്പോൾ റീറൈറ്റ്, നമുക്ക് നമ്മുടെ കാര്യങ്ങൾ റീറൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരെ വരുന്നുണ്ട്. അതൊക്കെ ചെയ്തിട്ടും സ്റ്റിൽ അത് ആ അസുഖം മാറാണ്ട് അവിടെ തന്നെ നിൽക്കുക. ഞാൻ എൻ്റെ ഗുരു എൻ്റെ നിഷ മാമിൻ്റെ അടുത്ത് നിന്ന് രേഖി വഴി അതിനെ ഹീലിങ്സ് എടുത്തു. അങ്ങനെയൊന്നും ആ അസുഖം മാറുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞിട്ടും ആ അസുഖം അവിടെ നിലനിന്നപ്പോൾ എനിക്കറിയണം എന്തുകൊണ്ടാണ് ഇത് മാറാത്തത്. അങ്ങനെ ഞാൻ നിഷ മാമിനോട് ഞാൻ പറഞ്ഞു, മാം എനിക്ക് ഈ അസുഖം ഇതുവരെ മാറിയില്ല, എനിക്കറിയണം. ഞാൻ അന്ന് ആകാശിക് റെക്കോർഡ് റീഡ് ചെയ്യുന്ന ആളാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ റീഡ് അറിയാനും പറ്റും. പക്ഷേ ഇത് ഒന്നും കൂടി ഒരു ഗുരു തന്നെ എനിക്ക് റീഡ് ചെയ്ത് തരണമെന്ന് എനിക്ക് തോന്നി. അപ്പം ഞാൻ മാമിനോട് പറഞ്ഞു, മാം എനിക്ക് ഈ സംഭവം ഈ ഒരു അസുഖം മാറിയിട്ടില്ല, മാം ഒന്ന് ആകാശിക് റെക്കോർഡിൽ ഒന്ന് റീഡ് ചെയ്തിട്ട് പറഞ്ഞു തരൂ, ഇത് എന്തുകൊണ്ടാണ് മാറാത്തതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ PLRനെ കുറിച്ച് അറിഞ്ഞു വരുന്നുള്ളൂ. അപ്പോൾ PLR എന്ന ഒരു ലാസ്റ്റ് ഞാൻ മാമിൻ്റെ അടുത്ത് നിന്ന് ചെയ്ത ഒരു സെഷനാണ് PLR. അപ്പോൾ മാമിനോട് ഞാൻ ചോദിച്ചു, PLR ആണോ ഞാൻ ചെയ്യേണ്ടത്? അല്ല, ഞാൻ മാമിനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആകാശിക് റെക്കോർഡ് റീഡിങ് എടുത്തു തരുമെന്ന്. അപ്പോൾ ഞാൻ ആ റീഡിങ്ങൊക്കെ പഠിച്ചൊരു സമയമായിരുന്നു. അപ്പോൾ മാം പറഞ്ഞു, ഹസ്നത്തിന് ഒന്നും കൂടി നല്ലത് PLR ആയിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഞാൻ മാമിനോട് ചോദിച്ചു, മാം എന്താണ് ഈ PLR എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മാം എന്നോട് പറഞ്ഞു.
അങ്ങനെ ഞാൻ മാമിൻ്റെ അടുത്ത് നിന്ന് PLR എടുത്തു. PLR എടുക്കുമ്പോൾ എനിക്കറിയണ്ടായിരുന്നില്ല PLR എത്രത്തോളം സ്ട്രോങ് ആണ്. ഞാൻ ആദ്യം മുതലുള്ള ഓരോ ഹീലിങ്സിൻ്റെ ഇത് പഠിക്കുമ്പോഴും ഓരോന്നും നമ്മൾ ആദ്യം നടന്നിട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ, പിന്നെ അതൊരു സൈക്കിളിലാണ് പോകണമെന്നുണ്ടെങ്കിൽ, പിന്നെ അതൊരു ബൈക്കിലാണ് പോകണമെന്നുണ്ടെങ്കിൽ, പിന്നെ അതൊരു റോക്കറ്റിലാണ് പോകണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഓരോ ഹീലിങ്സും മുന്നോട്ട് പഠിക്കും തോറും നമ്മുടെ ഹീലിങ്സ് സ്പീഡായിക്കൊണ്ടിരിക്കുക. ഇതിൽ PLR എന്ന് പറഞ്ഞത്, PLR ഞാൻ എടുത്തോട് കൂടിയിട്ട് ആ ഹീലിംഗ് ജേണി ഒരു റോക്കറ്റിൽ പോയ ഫീലാണ് എനിക്കുണ്ടായത്. ഇപ്പം ഞാൻ ഏകദേശം PLR എടുത്തിട്ട് ഒരു 2 മാസം 1.5 മാസം എന്തായാലും ആയി. ഈ 1.5 മാസത്തിൻ്റെ ഉള്ളിൽ ശരിക്കും ഞാൻ ആ PLR എടുക്കാൻ വേണ്ടി തീരുമാനിച്ച സമയം എൻ്റെ ഹസ്ബൻഡ് കാർമിക്കാണ്. ആൾ നാട്ടിൽ വരാൻ തീരുമാനിച്ചു. ഈ PLR ഇന്ന് എടുത്താൽ നാളെയാണ് ആൾ നാട്ടിൽ വരുന്നത്. പിന്നെ എന്താ പറയുക, ഹീലിങ്സിൻ്റെ ഒരു പെരുമഴയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ എത്ര പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ടൈം കിട്ടാത്ത രീതിയിൽ. ഞാനൊരു DM ആണ്, ഫസ്റ്റ് അവേക്കൻ്റായ DM ആണ്. അപ്പോൾ കാർമിക്സിൽ നിന്നുള്ള ട്രിഗറിലൂടെയാണ് ഞാൻ മുന്നോട്ട് പോണത്. അതിൻ്റെ കൂടെ കാർമിക്സിൻ്റെ ഒരു ഭാഗമുണ്ട്, നമ്മൾ ഹീലിങ്സും, അങ്ങനെയാണ് എൻ്റെ പോക്ക്. അപ്പോൾ ഈ PLR എടുത്തോട് കൂടിയിട്ട് എത്ര പെട്ടെന്ന് വെച്ചാൽ അത്രയും സ്പീഡിൽ എനിക്ക് എൻ്റെ കുറേ റിയലൈസേഷനാണ് എനിക്കുണ്ടായത്. ഞാൻ മാമിന് ഒരു സമയത്ത് ഞാൻ ഒരുപാട് വോയിസ് വിട്ടു, മാം ഞാൻ എവിടെ എത്തിയില്ല. അപ്പോഴാണ് നമ്മൾ ആ PLR എടുക്കുമ്പോഴാണ് ഞാൻ അറിയണത് ഞാൻ ഹീലിങ്സ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. നമ്മളിങ്ങനെ വിചാരിക്കും കുറേ ഹീലിങ്സൊക്കെ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു ലാസ്റ്റൊക്കെ എത്തി, അല്ലെങ്കിൽ ഒരു 50% മേലൊക്കെ എത്തി എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവും. നമ്മുടെ ഉള്ളിൽ എത്രത്തോളം ഈഗോ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചുറ്റും നടക്കുന്നത് എന്ന് ആ ഒരു ഡോറങ്ങ് തുറക്കുകയാണ് ഈ PLR എടുക്കുന്നതിലോട് കൂടിയിട്ട്. അപ്പോൾ ഞാൻ മാമിനോട് വിളിച്ചിട്ട് പറയാണ്, മാം എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ റിയലൈസായി, എനിക്ക് ഈ സംഭവം ഉണ്ട്, എനിക്ക് ഈഗോ ഉണ്ട്, എനിക്ക് അങ്ങനെ ഓരോ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മാമിന് കുറേ വോയിസ് കിട്ടും. മാം അപ്പോൾ പറഞ്ഞ് ഒക്കെ ഉണ്ട്, അതൊക്കെ അറിയാം എന്താണ്. അപ്പോൾ മാമിനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറേ വോയിസ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അതിൻ്റെ ഓരോന്നും അത് പെട്ടെന്ന് ഹീലായിക്കൊണ്ടിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു മെയിൻ ഇഷ്യൂ ഈ ഒരു PLRലൂടെ എനിക്ക് മാറിക്കിട്ടി. അതായത് അപ്പോൾ നിങ്ങളൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നൊരു കാര്യം ഉണ്ടാവും, PLR എപ്പോഴാണ് എടുക്കേണ്ടത്. എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലതും ചെയ്തിട്ടും നിങ്ങൾക്ക് ഒരു ഇഷ്യൂ തുടക്കം മുതലേ ഉണ്ട്. എല്ലാ ഹീലിങ്സ് ചെയ്തിട്ടും എന്ത് ചെയ്തിട്ടും സ്വന്തം ഗുരുവിൽ നിന്ന് നമ്മൾ ഒരു സെഷൻ എടുത്തിട്ടും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ PLR എടുക്കുക. PLR എടുത്താൽ തീരും ആ ഒരു പ്രശ്നം. അങ്ങനെയാണ് എനിക്ക് ഈ PLRൽ എത്തിയപ്പോഴാണ് ആ ഒരു അസുഖം എന്നെ വിട്ടുപോയത്. ആ അസുഖം വിട്ടുപോയി എന്നല്ല, എൻ്റെ കാർമിക്സ് എനിക്ക് എത്രത്തോളം പ്രഷർ തരാം ആദ്യം എനിക്ക് മനസ്സിലായിരുന്നില്ല. അങ്ങനെ എനിക്ക് തന്നുകൊണ്ടിരുന്നു, ഓരോ ട്രിഗറുകളും തന്നുകൊണ്ടിരുന്നു. പക്ഷെ ഞാൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചെങ്കിലും, ഞാനിപ്പോൾ കുറേ കോഴ്സുകൾ പറഞ്ഞു, സ്പിരിച്വൽ കോഴ്സുകളൊക്കെ പറഞ്ഞെങ്കിലും, ഈ PLR കഴിഞ്ഞോട് കൂടിയിട്ട് പിന്നെ ഞാൻ ഹീൽ ചെയ്യണം. മാം ആദ്യം മുതലേ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എഴുതി ഹീൽ ചെയ്യണം എന്ന്. പക്ഷേ അതങ്ങനെ ബാക്കിയുള്ള രീതിയിലൊക്കെ ചെയ്യാമെന്നല്ലാണ്ട് എഴുതി ഹീൽ ചെയ്യൽ എനിക്ക് കുറവായിരുന്നു. പോണോ പഠിച്ച സമയത്ത് എഴുതിയിട്ട് തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ PLR തുടങ്ങിയ എൻ്റെ ഒരു 200 പേജിൻ്റെ നോട്ട്ബുക്ക് തീർന്നു. ഞാൻ എഴുതി ഹീൽ ചെയ്തിട്ട് ഓരോ പ്രശ്നം കിട്ടുമ്പോഴും എനിക്ക് എന്താണ് ട്രിഗർ ആവുന്നത്, എനിക്ക് എവിടെയാണ് എന്ത് കാര്യത്തിലാണ് ട്രിഗർ ആവുന്നത്, ആ ട്രിഗറായ സംഭവം ഞാൻ എഴുതും. എനിക്കിത് ഇങ്ങനെയൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് ഏതെങ്കിലും എൻ്റെ ചൈൽഡ്ഹുഡിക്കോ പാസ്റ്റ് ലൈഫിക്കോ കണക്ഷനായിട്ട് കിട്ടും. അവിടെ അത് ഹീലാവും. അത് ഹീലാവുന്നതും നമ്മുടെ 3Dയിൽ ആ മാറ്റം വരുന്നതും അതൊക്കെ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. എനിക്കിപ്പോൾ കുറേ ഒരു പെരുമഴ ഒരു വലിയൊരു മഴ പെയ്ത് തോർന്ന പോലത്തെ. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ പോയി, അപ്പോൾ വന്ന സമയത്ത് ഭയങ്കര അടിയായിരുന്നു. പക്ഷെ പോണ സമയത്ത് ഭയങ്കര പ്രത്യേകിച്ച് ഞാൻ ഇനി എന്താണ് ട്രിഗർ ഇനി കിട്ടാനുള്ളത് എന്ന് കാത്തിരിക്കണ ഒരു രീതിയിൽ, ഒരു ട്രിഗറും കിട്ടാൻ ആളുടെ ഭാഗത്തുനിന്ന് ആൾ അത്രയും കാർമിക്കാണ്, കിട്ടാനില്ലാത്ത രീതിയിലാണ് ആൾ പോയിട്ടുള്ളത്. അപ്പോൾ
PLRനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്. PLR നിങ്ങൾക്ക് അത്ര ഉപകാരപ്പെടും. നിങ്ങൾ ആരെങ്കിലും PLR എടുക്കാൻ വേണ്ടിയിട്ട് സംശയിച്ചിട്ട് വേണോ വേണ്ടേ വെച്ചിട്ടൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്താലും ഒരിക്കലും നഷ്ടമാവില്ല. PLR അത്രയും നമ്മുടെ ആ ഒരു ജേണിനെ പെട്ടെന്ന് അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ PLRന് കഴിയും. ഈ ഒരു ജേണിയിൽ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറിയത് നിഷ മാമിനെ പോലെ ഒരാളെ ദൈവം എനിക്ക് ഗുരു ആയിട്ട് തന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം മാമിൻ്റെ കൂടെ കൂടിയതിൻ്റെ ശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിൻ്റെ മുമ്പ് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ചാനലുകളിലും ചാടി ചാടി നടക്കുകയായിരുന്നു. മാമിൻ്റെ ചാനലും മാമിനെ കിട്ടിയതിൻ്റെ ശേഷം, ആ ഗുരുവിൻ്റെ കയ്യിലെത്തിയതിൻ്റെ ശേഷം പിന്നെ എനിക്ക് വേറെ എവിടേക്കും തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല. ഞാൻ എവിടെയും വഴി തെറ്റിയിട്ടില്ല. വഴി തെറ്റാൻ സാധ്യതയുള്ളിടത്തു നിന്നൊക്കെ മാം അതിൻ്റെതായ ഗൈഡൻസ് തന്നിട്ടും, കൂടുതൽ ഡിപ്പെൻഡായിട്ട് മാമിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഡിപ്പെൻഡ് ആകുമ്പോൾ അത് അങ്ങനെ ആവുന്നുണ്ട്, നമ്മളത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും, ഡിപ്പെൻഡ് ആകുന്നുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും മാമിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. മാമിനോട് ചോദിച്ചാൽ പെട്ടെന്ന് ഉത്തരം കിട്ടുമല്ലോ. പക്ഷെ നമ്മൾ നമ്മുടെ ഇൻറ്റ്യൂഷനിലേക്ക് ആണ് നോക്കേണ്ടത്. നമ്മൾ അങ്ങനെയാണ് പഠിക്കേണ്ടത്. ആ ഇൻറ്റ്യൂഷനെ കേൾക്കാൻ നമ്മൾ പഠിക്കണം. അപ്പോൾ അതിന് നമ്മൾ ചിലപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും. നമ്മൾക്ക് ആകെ കിടന്ന് കൺഫ്യൂഷൻ ആവുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് ആ മാമിൻ്റെ നമ്പറിലൊന്ന് ചോദിക്കാം എന്ന് തോന്നും. പക്ഷേ നമ്മൾ ഒരു മണിക്കൂറോ 2 മണിക്കൂറോ കഴിഞ്ഞാൽ നമുക്ക് ആ യൂണിവേഴ്സായിട്ട് തന്നെ ആ ഉത്തരം നമ്മുടെ മുന്നിൽ തരും. അപ്പോൾ നമ്മൾ വേഗം മാമിനോട് ചോദിക്കും. അപ്പോൾ മാം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അതൊക്കെ ഡിപ്പെൻഡ് ആവുകയാണ്, അത് ചെയ്യരുത്, നിങ്ങളെ ഉള്ളിലേക്ക് നോക്കൂ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നോക്കൂ എന്നൊക്കെ. അത് പറഞ്ഞത് കേൾക്കാണ്ട് വീണ്ടും ചെന്ന് ചോദിക്കും. പക്ഷേ അതൊക്കെ ആ ഒരു സ്നേഹവും ആ ഒരു ജേണിയിലേക്ക് കറക്റ്റായിട്ട് പോകാനുള്ള ഒരു ഗൈഡൻസൊക്കെ ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഈ ജേണിയിൽ ഞാൻ കാണാണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യണ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൻസിസ്റ്റേഴ്സ്, ഗാർഡിയൻ ഏഞ്ചൽസ്, സ്പിരിറ്റ് ഗൈഡ്സ്, അതുപോലെ നമ്മൾ കാണാണ്ട് നമ്മളെ വലുതും ചെറുതുമായിട്ട് സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല, പക്ഷേ കണ്ടിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ആളായിട്ടാണ് ഞാൻ നിഷ മാമിനെയാണ് എനിക്ക് മുന്നിൽ കാണുന്നത്. കണ്ടിട്ട് എന്നെ ഗൈഡ് ചെയ്യണേ, നമ്മൾ കാണാണ്ട് ഗൈഡ് ചെയ്യണ ഓരോ സിമ്പിളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ ഗൈഡ് ചെയ്യുന്ന ആളുകൾ നമ്മൾ കാണാത്ത ആളുകളുണ്ട്. പക്ഷേ കണ്ടിട്ട് ആ ആളുകളുടെ കൂടെയാണ് ഞാൻ നിഷ മാമിനെ, എൻ്റെ ഗുരുവിനെ വെച്ചിരിക്കുന്നത്. എല്ലാവർക്കും, എൻ്റെ യൂണിവേഴ്സിനും നിഷ മാമിനും ദൈവത്തിനും ഈ ഒരു ജേണിക്കും ഒരുപാട് നന്ദി. ഈ ഒരു ജേണിയിലെത്തിയ സമയത്ത് പല സമയത്തും വേണ്ടിയിരുന്നില്ല, എനിക്കത് വേണ്ട എന്നൊക്കെ ആലോചിച്ചൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജേണി അത്രയും ഭംഗിയുള്ളൊരു ജേണിയാണ്, അത്രയും നമ്മളെ പവർഫുള്ളാക്കണേ, ഒരുപാട് വേദനകളിൽ നിന്ന് നമ്മളെ മുക്തരാക്കണേ, അത്രയും ബ്യൂട്ടിഫുള്ളായ ഒരു ജേണിയാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരു സമയം എത്തുമ്പോൾ നമുക്കത് ഭയങ്കര രസമായിട്ട് മാറും. ഈ ഒരു ജേണിയുടെ അത് ശരി, ഒരു എന്താ പറയുക, ഒരു കളി, ഒരു രസകരമായ ഒളിച്ചുകളി പോലൊക്കെ തോന്നും നമുക്ക്. അതിൻ്റെ നമ്മൾ മാത്രം അതിങ്ങനെ, നമ്മൾ ചുറ്റുള്ളവർക്ക് അത് മനസ്സിലാവണില്ല. പക്ഷെ നമുക്ക് കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുമ്പോഴും ഒക്കെ ഈ ജേണി അത്ര അനുഗ്രഹം കിട്ടിയവരെല്ലാവരും അത്രയും അനുഗ്രഹമുള്ള ആളുകളാണ്. പക്ഷേ നമ്മൾ കുറച്ച് കഴിയുമ്പോഴേ അത് മനസ്സിലാക്കുള്ളൂ, അത് അറിയുള്ളൂ ഈ ജേണി അത്രയ്ക്ക് ഭംഗിയുള്ള ജേണിയാണ് എന്ന്. അത് നമ്മളെ എത്രത്തോളം ഹാപ്പിനെസ്സിൽ എത്തിക്കുന്നു എന്നുള്ളതൊക്കെ. എല്ലാവരുടെ ജേണി അത് എളുപ്പമാക്കി ആ ഒരു സന്തോഷത്തിൽ എത്താൻ, ആ ഒരു സെൽഫ് ലെവലെത്താൻ, അതുപോലെ നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് യൂണിയനും, അങ്ങനെ യൂണിയനെക്കുറിച്ച് ഉള്ള ആലോചനകളും ഒക്കെ ഉണ്ട്. ഒരു സമയം കഴിയുമ്പോൾ നമുക്ക് ആ യൂണിയനെക്കാട്ടി നമ്മൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ വിട്ടുപോകും. അതൊക്കെ ഇനി യൂണിവേഴ്സ് നോക്കട്ടെ, നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ എല്ലാവരുടെ ജേണി ദൈവം എളുപ്പമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ.